അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല ലഹും നബിയ്യുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലിക ഖാലൂ അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ വനഹ്നു അഹഖു ബിൽ മുൽക്കി വമൻ ലം യുഅത സഅതൻ മിനൽ മാൽ ഖാല ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്ം വല്ലാഹു യുഅതി മുൽക്കഹു മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. സദഖല്ലാഹുൽ അലിയുൽ അദീം. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബനൂ ഇസ്രായേലിൽ നിന്നും മരണഭയത്തോടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൽ നിന്നും പിന്തിരിഞ്ഞ ആളുകളെ പരാമർശിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വിധി മരിച്ചുകൊള്ളൂ എന്നാണ്. അത്തരത്തിലുള്ള ജീവിതം മരണമാണ്. അള്ളാഹുവിങ്കൽ ജീവിക്കുന്നവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവരും മരിക്കുന്നവരുമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു. മന്ദല്ലദി യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ. ഇരട്ടിക്കിരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതാണ്. വല്ലാഹു യഖ്ബിദു വയബ്സുത്തു വഇലൈഹി തുർജഊൻ. ചുരുക്കുന്നവനും വികസിപ്പിക്കുന്നവനും അവനാണ്, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അതിനുശേഷം ബനൂ ഇസ്രായേലിൽ മൂസാ അലൈഹിസ്സലാമിന് ശേഷം വന്ന ഒരു നബിയോട് അവർ തങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരുമോ എന്ന് ആവശ്യപ്പെട്ട കാര്യത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. അത് മൂസാ അലൈഹിസ്സലാമിന് ശേഷം യോശുവ പ്രവാചകനും ശേഷം ബനൂ ഇസ്രായേലിന് നേതൃത്വം നൽകിയ ജഡ്ജിമാരിൽ, ന്യായാധിപന്മാരിൽ അവസാനത്തെയാളും പ്രവാചകനുമായ ശമൂവേലിനെ കുറിച്ചാണ്, അദ്ദേഹത്തോടാണ് അവർ ചോദിച്ചത് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു. ആദ്യമായിട്ട് ബനൂ ഇസ്രായേലിനൊരു രാജാവിനെ നിയോഗിച്ചത് അദ്ദേഹമാണ്. ഇന്ന് പാരായണം ചെയ്ത ആയത്തിൽ പറയുന്നത് വഖാല ലഹും നബിയ്യുഹും, അവരോട് അവരുടെ നബി പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലിക. നിശ്ചയം ത്വാലൂത്തിനെ അള്ളാഹു നിങ്ങൾക്ക് രാജാവാക്കി അയച്ചിരിക്കുന്നു, രാജാവായിട്ട് ത്വാലൂത്തിനെ നിയോഗിച്ചിരിക്കുന്നു. നവീമിലെ 3-ാമത്തെ പുസ്തകമായ ശമൂവേലിൽ ഇസ്രായേൽ മൂപ്പന്മാർ ശമൂവേലിനോട് ഒരു രാജാവിനെ നിയോഗിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നതും ശമൂവേൽ ഒരു രാജാവിനെ നിയോഗിച്ചു കൊടുക്കുന്ന കാര്യവും വിശദമായിട്ട് പറയുന്നുണ്ട്. നവീമിലെ ആദ്യത്തെ പുസ്തകം യോശുവയാണ്, 2-ാമത്തെ പുസ്തകം ജഡ്ജസ് ആണ്, ന്യായാധിപന്മാരാണ്, 3-ാമത്തെ പുസ്തകം ശമൂവേലാണ്. ശമൂവേൽ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൽ പറയുന്നു, ശമൂവേൽ വൃദ്ധനായപ്പോൾ തൻ്റെ പുത്രന്മാരെ ഇസ്രായേലിനു ന്യായാധിപന്മാരാക്കി. അവൻ്റെ പുത്രന്മാർ അവൻ്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി രാമായിൽ ശമൂവേലിൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിൻ്റെ പുത്രന്മാർ നിൻ്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ പുസ്തകത്തിൽ പറയുന്നത് പ്രകാരം ശമൂവേലിന് രാജാവിനെ ചോദിച്ചുകൊണ്ടുള്ള അവരുടെ അഭ്യർത്ഥന, രാജാവിനെ നിയോഗിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ ആവശ്യം അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. അദ്ദേഹം പറയുന്നത് രാജാവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പലവിധ കുഴപ്പങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്. അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നതായിട്ട് ശമൂവേൽ പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിൻ്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും, എന്നാൽ യഹോവ അന്ന് ഉത്തരമരുളുകയില്ല. ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നു. എന്നിട്ടും ശമൂവേൽ പുസ്തകത്തിൽ വീണ്ടും പറയുന്നത്, എന്നാൽ ശമൂവേലിൻ്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ അല്ല, ഞങ്ങൾക്കൊരു രാജാവ് വേണം, മറ്റ് സകല ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണം എന്ന് അവർ പറഞ്ഞു. ശമൂവേൽ ജനത്തിൻ്റെ വാക്കെല്ലാം കേട്ട് യഹോവയോട് അറിയിച്ചു. യഹോവ ശമൂവേലിനോട് അവരുടെ വാക്ക് കേട്ട് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക എന്ന് കൽപ്പിച്ചു. ശമൂവേൽ പുസ്തകപ്രകാരം ജനങ്ങളുടെ ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് യഹോവ ശമൂവേലിനോട് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കാൻ പറയുക മാത്രമല്ല, ആ രാജാവിനെ യഹോവ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തതായിട്ടാണ് ശമൂവേൽ പുസ്തകത്തിലും പറയുന്നത്. ഇവിടെ പറയുന്നു, വഖാല ലഹും നബിയ്യുഹും, അവരുടെ നബി അവരോട് പറഞ്ഞു,
ഇന്നല്ലാഹ ഖദ് ബഅസലക്കും ത്വാലൂത്ത മലിക്ക, താലൂത്തിനെ നിങ്ങൾക്ക് രാജാവായിട്ട് അള്ളാഹു അയച്ചിരിക്കുന്നു. താലൂത്ത് എന്ന് പറയുന്നത് ശമൂവേൽ പുസ്തകത്തിൽ ശമൂവേൽ പ്രവാചകൻ രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്ന ഷൗൽ എന്ന് പറയുന്ന ആളാണ്. ഷൗലിനെയാണ് അറബിയിൽ ത്വാലൂത്ത് എന്ന് പറയുന്നതായിട്ട് വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത്. വാക്കുകൾ തമ്മിൽ വലിയ സാമ്യതയില്ല. അത് കാരണം ത്വാലൂത്ത് എന്ന വാക്ക് ഷൗലിൻ്റെ ഒരു ലഖബാണ്, ഒരു നിക്നെയിമാണ് എന്നതാണ് പൊതുവെ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. ഇബ്നു അഷൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, വഹാദൽ മലിക് ഹുവല്ലദി സുമ്മിയ ഫിൽ ആയ ത്വാലൂത്ത് വഹുവ ഷാവൂൽ വ ത്വാലൂത്തു ലഖബുഹു. ത്വാലൂത്ത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലഖബാണ്, അദ്ദേഹത്തിൻ്റെ നിക്നെയിമാണ്. വഹുവ വസ്നു ഇസ്മി മസ്ദർ മിന തൂൽ, തൂൽ എന്നുള്ളതിൽ നിന്ന് ഉണ്ടായതാണ്, അതായത് വലിയത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരാൻ കാരണം അദ്ദേഹം ഏറ്റവും വലിയ ആളായിരുന്നു, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആളായിരുന്നു എന്നതുകൊണ്ടാണ്. വ ത്വാലൂത്തു വുസിഫ ബിഹിലിൽ മുബാലഗത്തി ഫി തൂലി ഖാമത്തിഹി, അത് അദ്ദേഹത്തിൻ്റെ വലിപ്പത്തിൻ്റെ ആധിക്യം കൊണ്ടാണ്, അദ്ദേഹം വലിയ ആളായതുകൊണ്ടാണ് അദ്ദേഹത്തെ ത്വാലൂത്ത് എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ ഒരു നിക്നെയിം അദ്ദേഹത്തിന് കിട്ടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ വലിപ്പമാണ്. അതുകൊണ്ട് ഖുർആനിൽ പറയുന്ന ത്വാലൂത്ത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിമല്ല, അദ്ദേഹം ഷാവൂലാണ്. ഷാവൂൽ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം എന്നതാണ് വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. ശമൂവേൽ പുസ്തകപ്രകാരം അദ്ദേഹം ബനു ഇസ്രായേലിലെ ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമിൻ ഗോത്രത്തിലുള്ള ആളാണ്. അദ്ദേഹം ഒരു താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്, നല്ല പൊക്കമുള്ള ആളാണ്. അദ്ദേഹത്തെ യഹോവ തെരഞ്ഞെടുത്തുകൊണ്ട് ശമൂവേലിന് കാണിച്ചു കൊടുക്കുന്ന മനോഹരമായ ഒരു സംഭവം ശമൂവേൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് വളരെ വിശദമായ ഒരു സംഭവമാണ്. അങ്ങനെ അദ്ദേഹത്തെ ശമൂവേൽ കണ്ടപ്പോൾ, ശമൂവേലിൻ്റെ മുന്നിൽ യഹോവ അദ്ദേഹത്തെ എത്തിച്ചപ്പോൾ യഹോവ ശമൂവേലിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അരുളി ചെയ്ത ആൾ ഇതാ, ഇവനാകുന്നു എൻ്റെ ജനത്തെ ഭരിപ്പാനുള്ളവൻ എന്ന് കൽപ്പിച്ചു. തുടർന്ന് ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുന്നതായിട്ട് ശമൂവേൽ പുസ്തകത്തിൽ പറയുന്നു, ഇസ്രായേലിൻ്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിൻ്റെ മേലും നിൻ്റെ സർവ്വ പിതൃവ ഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിലും വെച്ച് ഏറ്റവും ചെറിയതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നീട് ശമൂവേൽ പുസ്തകത്തിൻ്റെ 10-ാം അധ്യായം പറയുന്നു, ശമൂവേൽ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിലൊഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ രാജാവായിട്ട് ശമൂവേൽ പ്രവാചകൻ യഹോവയുടെ കൽപ്പന പ്രകാരം യഹോവ തെരഞ്ഞെടുത്തുകൊണ്ട് ശൗലിനെ രാജാവാക്കുകയാണ്. ശമൂവേലാണ് അദ്ദേഹത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. അദ്ദേഹത്തെ ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ശമൂവേൽ പ്രവാചകൻ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്ന രംഗവും ശമൂവേൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തെ രാജാവായിട്ട് നിയോഗിച്ചപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു, ഖാലു അന്നാ യക്കൂനു ലഹുൽ മുൽക്കു അലൈന വനഹ്നു ഹക്കു ബിൽ മുൽക്ക്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ടാവുക? ഞങ്ങളാണ് അദ്ദേഹത്തെക്കാൾ മോർ ഡിസേർവിങ്. കാരണം വലം യുത്ത സഅത്തം മിനൽ മാൽ, അദ്ദേഹത്തിന് വലിയ ധനമൊന്നും നൽകപ്പെട്ടിട്ടില്ല, അദ്ദേഹം വലിയ ധനവാനൊന്നുമല്ല. മാത്രമല്ല ബെഞ്ചമൈറ്റാണ്, ബെഞ്ചമിൻ ഗോത്രക്കാരനാണ്, ബിന്യാമിൻ ഗോത്രക്കാരനാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറിയ ഗോത്രക്കാരനാണ്, ആ ഗോത്രത്തിൽ തന്നെ പെട്ട ചെറിയൊരു കുടുംബത്തിലുള്ളവനാണ്, വലിയ ധനമുള്ള ആളല്ല. അദ്ദേഹത്തിന് എങ്ങനെ രാജാവാകാൻ കഴിയും? കാരണം രാജാവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ധനമുള്ള, കുറേ ധനം വിനിയോഗിച്ചുകൊണ്ട് പലതും ചെയ്യാൻ കഴിയുന്ന, കുറേ ആളുകളൊക്കെ നിയോഗിക്കാൻ കഴിയുന്ന അങ്ങനത്തെ ഒരു സങ്കല്പമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് താലൂത്തിനെയാണ് രാജാവാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് തീരെ മനസ്സിലായില്ല. അവർക്ക് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരുമല്ല, ശമൂവേൽ പുസ്തകപ്രകാരം അവരിലൊരു ചെറിയ കൂട്ടം ആളുകളാണ് ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. അള്ളാഹു പറയുന്നു, കാല, ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാഉ അലൈക്കും, അദ്ദേഹത്തെ അള്ളാഹുവാണ് നിങ്ങൾക്ക് മേൽ തെരഞ്ഞെടുത്തത്. വസാദഹു ബസ്തത്തം ഫിൽ ഇൽമി വൽ ജിസ്മ്, അള്ളാഹു അവന് യഥേഷ്ടം നൽകിയിട്ടുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹു അവന് നൽകിയിട്ടുണ്ട് 2 കാര്യം. 1 ഇൽമ്, 2 ജിസ്മ്. ഇൽമും നൽകിയിട്ടുണ്ട്, അറിവും നൽകിയിട്ടുണ്ട്, അതുപോലെ ശരീരവും നൽകിയിട്ടുണ്ട്. നിങ്ങളെക്കാളുമെല്ലാം ഇൽമും നിങ്ങളെക്കാളുമെല്ലാം ശരീരവുമുള്ള വലുപ്പവുമുള്ള ആളാണ് അദ്ദേഹം. എന്നിട്ട് പറയുന്നു, വല്ലാഹു യുഅ്തി മുൽക്കഹു മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആധിപത്യം നൽകുന്നു. അവൻ്റെ ഉദ്ദേശം വളരെ റാൻഡംലി ഉണ്ടാകുന്നതല്ല,
അവൻ്റെ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്നവനാണ്, വാസിയാണ്, അതുപോലെ അലീമുമാണ്, എല്ലാം കൃത്യമായിട്ട് അറിയുന്നവനുമാണ്. ശമൂവേൽ പ്രവാചകൻ ശൗലിനെ ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് രാജാവായിട്ട് പ്രഖ്യാപിച്ച സന്ദർഭത്തെക്കുറിച്ച് ശമൂവേൽ പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൽ പറയുന്നത്, അവനെ കൊണ്ടുവന്ന് ജനമധ്യത്തിൽ നിന്നപ്പോൾ അവൻ ജനത്തിൽ എല്ലാവരെക്കാൾ തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിലും അവനെപ്പോലെ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് ആർത്തു. അതിൻ്റെ ശേഷം ശമൂവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അതൊരു പുസ്തകത്തിലെഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിന്നെ ശമൂവേൽ ജനത്തെയെല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ശൗലും ഗിബെയയിൽ തൻ്റെ വീട്ടിലേക്ക് പോയി. ദൈവം മനസ്സിൽ തോന്നിച്ച ഒരു ആൾക്കൂട്ടവും അവനോട് കൂടി. എന്നാൽ ചില നീചന്മാർ, ഇവൻ നമ്മെ എങ്ങനെ രക്ഷിക്കും എന്ന് പറഞ്ഞ് അവനെ ധിക്കരിച്ചു. അവന് കാഴ്ച കൊണ്ടുവരാതിരുന്നു. അവനോ അത് ഗണ്യമാക്കിയില്ല. കാഴ്ച കൊണ്ടുവരാതിരുന്നു എന്ന് പറഞ്ഞാൽ അവന് പ്രസൻറ്റ് കൊണ്ടുവരാതിരുന്നു, സമ്മാനം കൊണ്ടുവരാതിരുന്നു രാജാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവനെ തള്ളിക്കളഞ്ഞു, അവനെ ധിക്കരിച്ചു. അങ്ങനെ ഒരു കൂട്ടരും ഉണ്ടായി എന്ന് ശമൂവേൽ പുസ്തകം പറയുന്നു. അടുത്ത ആയത്തിൽ പറയുന്നു, വഖാല ലഹും നബിയുഹും. അവരോടവരുടെ നബി പറഞ്ഞു, ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ആയത്ത മുൽക്കിഹി അൻ യഅ്തിയകുമു താബൂത്ത്. ശൗലിൻ്റെ രാജാധികാരത്തിൻ്റെ അടയാളം നിങ്ങളുടെ അടുക്കൽ താബൂത്ത് വരുമെന്നുള്ളതാണ്. ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും. അതിൽ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സക്കീനത്തുണ്ട്. അതുപോലെ വ ബഖിയത്തും മിമ്മ തറക്ക ആലു മൂസ വ ആലു ഹാറൂൻ. മൂസയുടെയും ഹാറൂൻ്റെയും കുടുംബം വിട്ടേച്ചു പോയ അവരുടെ ശേഷിപ്പുകളും അതിലുണ്ട്. അങ്ങനത്തെ താബൂത്ത് നിങ്ങളുടെ അടുക്കലേക്ക് വരും എന്നുള്ളതാണ് ശൗലിൻ്റെ രാജാധികാരത്തിൻ്റെ അടയാളം. തഹ്മിലുഹുൽ മലായിക. മലക്കുകൾ അതിനെ വഹിച്ചുകൊണ്ട്. ഇന്നഫീ ദാലിക ലആയ. തീർച്ചയായിട്ടും അതിൽ ഒരടയാളമുണ്ട്. ലക്കും, നിങ്ങൾക്കൊരടയാളമുണ്ട്. ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങൾക്കതിലൊരടയാളമുണ്ട്. യഹോവ അദ്ദേഹത്തിന് അർഹത നൽകി എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് താബൂത്ത് നിങ്ങളുടെ അടുക്കലേക്ക് വരിക എന്നുള്ളത്. താബൂത്തിനെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ആർക്ക് ഓഫ് ദ കവനൻറ്റ്, ദൈവത്തിൻ്റെ പെട്ടകം. അത് ശമൂവേൽ പ്രവാചകൻ്റെ കാലത്ത് ഒരു യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതാണ്. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതാണ്. അവർ കൊണ്ടുപോയതാണ്. പിന്നെ അവർ തിരിച്ചു കൊടുക്കുന്നതായിട്ട് തന്നെ ശമൂവേൽ പുസ്തകം പറയുന്നുണ്ട്. അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അത് കൊണ്ടുപോയപ്പോൾ ഉണ്ടായി, ഒരുപാട് അനർത്ഥങ്ങളുണ്ടായി, ഒരുപാട് നാശങ്ങളുണ്ടായി. അങ്ങനെ വന്നപ്പോൾ അവരുടെ പുരോഹിതന്മാർ തീരുമാനിച്ചത് പ്രകാരം ബനു ഇസ്രായേലിന് തന്നെ വിട്ടുകൊടുത്തതായിട്ട് പറയുന്നു. പക്ഷെ അങ്ങനെ വിട്ടുകൊടുത്തപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ഒരു വണ്ടിയുണ്ടാക്കി പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി ആ വണ്ടിയിൽ വെച്ചുകൊണ്ടാണ് അവർ ഈ പെട്ടകത്തെ കൊടുത്തയച്ചത്. അങ്ങനെ ആ വണ്ടിയുമായിട്ട് പശുക്കൾ നേരെ വന്നതാണ്. പശുക്കളെ തെളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പശുക്കൾ നേരെ ഇസ്രായേൽ ദേശത്ത് വന്നതാണ്. അവർ വന്നിട്ട് ഒരു കിരിയത്തിൽ, ഒരു വില്ലേജിൽ, കിരിയത്ത് യാരീം എന്ന് പറയുന്ന ഒരു വില്ലേജിൽ അവിടെ കൊണ്ടുവന്ന് പെട്ടകം അവിടെയാണ് ഉണ്ടായിരുന്നത്. അവിടെ ഒരു വീട്ടിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ കുറേ കാലം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മലക്കുകൾ വഹിച്ചുകൊണ്ട് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത്, ഇത് പശുക്കളെ കെട്ടിയൊരു വണ്ടി കൊണ്ടുവന്നത് കൊണ്ട് ആ പശുവിനെ ഈ ഭാഗത്തേക്ക്, ഇസ്രായേൽ ഭാഗത്തേക്ക് തെളിച്ചു കൊണ്ടുവന്നത് മലക്കുകളാണ് എന്നുള്ളത് കൊണ്ടും, ഇനി മറ്റൊരു വ്യാഖ്യാനപ്രകാരം കുറേ കാലം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായിട്ട് നിലനിർത്തിയത് അത് മലക്കുകളുടെ സംരക്ഷണത്തിലായിരുന്നു എന്നുള്ളതും കൊണ്ടാണ് തഹ്മിലുൽ മലായിക്ക എന്ന് പറഞ്ഞത് എന്നാണ്. പക്ഷേ ശമൂവേൽ പുസ്തകപ്രകാരം ശൗലിനെ രാജാവാക്കിയതിന് ശേഷമല്ല ദൈവത്തിൻ്റെ പെട്ടകം തിരിച്ചു കിട്ടിയത്. അത് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. ശമൂവേൽ പുസ്തകത്തിലെ അധ്യായങ്ങൾ ക്രോണോളജിക്കലിയാണ് ക്രോഡീകരിച്ചതെങ്കിൽ അത് നേരത്തെ ലഭിച്ചതായിട്ടാണ് അതിൽ പറയപ്പെടുന്നത്. പക്ഷേ ഖുർആൻ പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ രാജാധികാരത്തിൻ്റെ ഒരു തെളിവായിരുന്നു. അതിൻ്റെ ഒരു തെളിവായിട്ട് അള്ളാഹു നൽകിയതാണ്. യഹോവയുടെ പെട്ടകം ശൗലിൻ്റെ യുദ്ധത്തിൽ കൊണ്ടുവന്നതായിട്ട് ശമൂവേൽ പുസ്തകത്തിലും പറയുന്നുണ്ട്. കുറേ കാലം അത് കിര്യത്ത് യാരീമിലായിരുന്നു. ആ സമയത്തൊന്നും അത് ഇസ്രായേലർക്ക് ഉണ്ടായിരുന്നില്ല, ലഭിച്ചിരുന്നില്ല.
പിന്നീട് ഷൗലിൻ്റെ യുദ്ധത്തിലാണത് വന്നത് എന്നും നമുക്ക് ശമൂൽ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഖുർആൻ അത് വ്യക്തമായിട്ട് പറയുന്നു. അദ്ദേഹത്തിൻ്റെ രാജാധികാരത്തിൻ്റെ ഒരു അടയാളമായിരുന്നു താബൂത്ത്. അതിൽ മൂസയുടെയും ഹാറൂൻ്റെയും കുടുംബങ്ങൾ ഉപേക്ഷിച്ച അവരുടെ ശേഷിപ്പുകളാണ്. മൂസ അലൈഹി സ്വലാമിൻ്റെ ശേഷിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയ തോറയുടെ ഫലകങ്ങൾ അതിലുണ്ടായിരുന്നു. അതുപോലെ ഹാറൂൻ്റെ വടിയുണ്ടായിരുന്നു. മന്നയും അത് സൂക്ഷിച്ച ഒരു പാത്രത്തിൽ മന്ന ഉണ്ടായിരുന്നു. ഇതൊക്കെ അതിലുണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നു. ആ താബൂത്തിൽ സക്കീനത്തുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. ഫീഹി സക്കീന, അതിൽ സക്കീനത്തുണ്ട്, അതിൽ ട്രാങ്ക്വിലിറ്റി ഉണ്ട്, മനസ്സമാധാനമുണ്ട്, ധൈര്യമുണ്ട്. അതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ മേലും സക്കീനത്ത് ഇറങ്ങിയതായിട്ട് പല ആയത്തുകളിൽ പറയുന്നുണ്ട്. യുദ്ധത്തിൻ്റെ തന്നെ പശ്ചാത്തലത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് സക്കീനത്ത് ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. ഹുവല്ലദി അൻസല സക്കീനത്ത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കൽബിൽ സക്കീനത്ത് ഇറക്കി. അങ്ങനെ സക്കീനത്ത് ഇറക്കിയവൻ അവനാണ്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ് സൂറ അൽ ഫത്ഹിൽ, ലിയസ്ദാദു ഈമാനം മഅ ഈമാനിഹിം, അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി. അതുപോലെ സൂറ തൗബയിൽ കാണാം, സുമ്മ അൻസലല്ലാഹു സക്കീനത്തഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ, റസൂലിൻ്റെയും മുഅ്മിനീങ്ങളുടെയും മേൽ അള്ളാഹു സക്കീനത്ത് ഇറക്കി. സൂറ തൗബയിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിൽ നിന്ന് പുറപ്പെട്ട് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ ഗുഹയിൽ തങ്ങിയപ്പോൾ അവർ രണ്ടുപേര് മാത്രമുണ്ടായിരുന്നപ്പോൾ, മൂന്നാമനായിട്ട് അള്ളാഹു മാത്രമുള്ള ആ സന്ദർഭത്തിൽ ഫൻസൽ അള്ളാഹു സക്കീനത്തഹു അലൈഹി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ മേൽ സക്കീനത്ത് ഇറക്കി എന്ന് പറയുന്നുണ്ട്. സക്കീനത്തിന് ധൈര്യമെന്നും മനസമാധാനമെന്നും ഒക്കെ അർത്ഥം നൽകാറുണ്ട്. ഇവിടെ പറയുന്നത് ആർക്ക് ഓഫ് ദ കവനൻറ്റിൽ, താബൂത്തിൽ അവർക്ക് സക്കീനത്തുണ്ട്. അത് യുദ്ധത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ധൈര്യമുണ്ടായിരുന്നു, അത് വലിയ കോൺഫിഡൻസ് നൽകിയിരുന്നു. ഇന്ന ഫീ ദാലിക ല ആയത്തല്ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ, അതിൽ നിങ്ങൾക്ക് ആയത്തുണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അടുത്ത ആയത്തിൽ പറയുന്നത് താലൂത്ത് ഫിലിസ്തീനുമായിട്ട് യുദ്ധത്തിന് പോകുന്നതും ആ യുദ്ധത്തിന് പോകുമ്പോൾ ബനു ഇസ്രായേലിയർ അനുസരണക്കേട് കാണിക്കുന്നതും ആ യുദ്ധത്തിൽ താലൂത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾക്ക് വിജയമുണ്ടാകുന്നതിനെയും കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.